ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മലബാർ സ്റ്റൈൽ അയില വരട്ടിയതാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടി ഇതാ 1/2 കിലോ അയില എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് അയിലയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്കതിലേക്കൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളത്തിൽ ആ മുളക് പൊടിയൊക്കെ അതിലേക്ക് പരട്ടി വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയ ശേഷം ഒരു അരമണിക്കൂർ വെക്കുക. ഞാനിത് സ്റ്റൗ ഓൺ ചെയ്തിട്ടല്ല വെച്ചത്, അല്ലാതെ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിൽ അവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് കീറി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം വാളംപുളി കുതിർത്ത് വെച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഹൈ ഫ്ലെയിമിൽ അരമണിക്കൂർ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ചട്ടിയൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടപ്പ് മാറ്റി 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1.5 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ മീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി, അതേപോലെ തന്നെ വളരെയധികം ഈസിയായ ഒരു അയില വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ നോർമലി അതിലേക്ക് തക്കാളി പച്ചമുളക് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.